ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. നമ്മളിവിടെ പ്രവാചകന്മാരെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടാക്കാതിരുന്ന ദുർബലർ, അവരുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ അല്ലേ, നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞത് അല്ലദീന ഇസ്തക്ബറു എന്നാണ്, അവർ അഹങ്കരിച്ചവരാണെന്ന് പറഞ്ഞത്. അനുയായികളെ കുറിച്ച് പറഞ്ഞാൽ അല്ലദീന ഇസ്തുദഈഫു, ദുർബലരായിട്ട് ഗണിക്കപ്പെട്ടവർ എന്നാണ്. അവരുടെ ആ സംഭാഷണമാണ് ഇവിടെ പറഞ്ഞു വന്നത്. എന്നിട്ട് വഖാല അല്ലദീന ഇസ്തുദഈഫു ലില്ലദീന ഇസ്തക്ബറു ബൽ മക്റുൽ ലൈൽ വന്നഹാർ ഇതഅ്മുറൂനനാ അൻ നക്ഫുറ ബില്ലാഹി വനജഅല ലഹു അൻദാദ. ഈ അഹങ്കാരികൾ പറഞ്ഞു ദുർബലരോട്, ഞങ്ങളെറ്റാണ് ഹിദായത്ത് നിങ്ങളെ തടഞ്ഞതെന്ന് ചോദിക്കണ്ടല്ലോ. അനഹ്നു സദദ്നാകും അനിൽ ഹുദ ബഅദ ഇദ് ജാഅകും എന്നല്ലേ. അപ്പോൾ അതിനുള്ള പ്രതികരണമാണത്. ദുർബലർ പറയാണ് ഈ അഹങ്കരിച്ചിരുന്ന ആളുകളോട്, ബൽ മക്റുൽ ലൈലി വന്നഹാർ, നിങ്ങളുടെ രാപ്പകൽ അല്ലെങ്കിൽ ദിനേനയുള്ള, രാപ്പകൽ എന്നുണ്ടെങ്കിൽ കൂടെ ദിനേനയുള്ള കുതന്ത്രമായിരുന്നു ഞങ്ങൾ കെണിയിൽപ്പെടാൻ കാരണം. ആ കുതന്ത്രത്തിൽ നിങ്ങൾ ഇതഅ്മുറൂനനാ അൻ നക്ഫുറ ബില്ലാഹ്, നിങ്ങളുടെ കുതന്ത്രത്തിനായിരുന്നു, ഞങ്ങൾ അള്ളാഹുവിൽ അവിശ്വസിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വനജഅല ലഹു അൻദാദ, അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കാനുമായിരുന്നു എന്ന് പറയണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പുരസ്കരിച്ച് പറയാണ്, ഇത് പരലോകോടതിയിലല്ല ഈ തർക്കം നടക്കുന്നത്. അപ്പോൾ അസറുൻ നദാമത ലമ്മാ റഅഉൽ അദാബ് എന്നാണ്. അവിടെ ശിക്ഷ കാണുമ്പോൾ ഈ പിന്തുടർന്നവരും ആരെ പിന്തുടർന്നോ അവരും ഒരുപോലെ എന്താണ് അവരുടെ ഖേദം. അസറു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ്, ഖേദം ഒന്നുകിൽ അവർ മറച്ചു പിടിക്കും, അല്ലെങ്കിൽ അത് വെളിപ്പെടും. അസറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രിയേൻ്റെ പ്രത്യേകതയാണത്. മിനൽ അദ്ദാദ് എന്ന് പറയും. ചില ക്രിയകൾക്ക് വിപരീത അർത്ഥം ഉണ്ടാവും അല്ലേ, രഹസ്യമാക്കി എന്ന് അർത്ഥം ഉണ്ടാവും, പരസ്യമാക്കി എന്ന് അർത്ഥം ഉണ്ടാവും. അതാണ് ഇവിടെ വഅസറുൻ നദാമ എന്നുള്ളതിൻ്റെ വിഷയം പറഞ്ഞത്. ലമ്മറാവുല. അപ്പോൾ പിന്നെ ശിക്ഷ വജഅൽനൽ അഗ്ലാല ഫി അനാഖിൽ ലദീന കഫറു ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ. അതിനെ തുടർന്ന് പിന്നെ അള്ളാഹുവിന് സമന്മാരെ നിദ് അന്താദ്, നിദ് എന്നുള്ളതിൻ്റെ ബഹുവചനാണ് അന്താദ്. അന്താദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നദീർ, തുല്യൻ, കുഫു, മസീൽ, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിന് സമന്മാരുണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് നൽകേണ്ട ആരാധന മറ്റൊരാൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ എന്താണ്, അള്ളാഹുവിന് സമന്മാരുണ്ടാക്കലാണ്. അള്ളാഹുവിനോട് തേടേണ്ട കാര്യം അള്ളാഹു അല്ലാത്തവരോട് തേടിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഫലത്തിൽ അത് അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണ്. അതാണ് ചരിത്രവും. അള്ളാഹ്ക്ക് പകരം വേറൊരു അള്ളാഹിനെ സ്ഥാപിച്ചിട്ടല്ല മക്കത്തെ മുശ്രിക്കുകളുണ്ടായിരുന്നത്. പിന്നെയോ അള്ളാഹ് സാക്ഷാൽ ആരാധ്യൻ, അവർക്ക് സൃഷ്ടാവായി, അതാണ് ഖാലിഖ്, അവർക്ക് റാസിഖായി, അതാണ് അന്നദാതാവ്, അവർക്ക് മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നവനായിട്ടുണ്ടായിരുന്നു സാക്ഷാൽ ആരാധ്യൻ. ആ അള്ളാഹുവിനെ അവർ വേറെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ആ അള്ളാഹുവിലേക്ക് അവരെന്ത് ചെയ്തിരുന്നത്, അവരുടെ അസന്നിഗ്ധ ഘട്ടങ്ങളിൽ തേടിയിരുന്നത്. തങ്ങളെ രക്ഷപ്പെടുത്താൻ ആ അള്ളാഹുവാണ് എന്നുള്ള അവർ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അതൊക്കെ ആയിട്ടും അവരെന്ത് ചെയ്തിരുന്നു, അവർക്ക് ആരാധിക്കാനും അവർക്ക് ദുആ ചെയ്യാനും സഹായത്തേട്ടം നടത്താനും സത്യം ചെയ്യാനും നേർച്ച നേരാനും ബലി അർപ്പിക്കാനൊക്കെ അവർ വേറെ ആരാധ്യന്മാരെ ഇവിടെ നിശ്ചയിച്ചിരുന്നു. അപ്പോൾ അള്ളാഹുവിന് നൽകേണ്ട ആ കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചപ്പോൾ എന്തായി, അവർ അള്ളാഹുവിനെ സമന്മാരുണ്ടാക്കിയെന്ന് അള്ളാഹു വിധിച്ചതാണ്, അള്ളാഹുവാണ് പറഞ്ഞത്. മനസ്സിലായോ? അതാണ് അള്ളാഹുവിനെ സമന്മാരുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാധനയിൽ. അതേപോലെ തന്നെ അള്ളാഹുവിന് അവകാശപ്പെട്ട വിഷയങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് വകമാറ്റുമ്പോൾ അതെന്താണ്, അള്ളാഹുവിന് തുല്യനെ ഉണ്ടാക്കലാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കണം. ഇപ്പോൾ ഈ സംവാദം നടന്നല്ലോ, അല്ലദീന ഇസ്തക്ബറു അഹങ്കരിച്ചവർ, അല്ലദീന ഇസ്തുദഈഫു ദുർബലരായി ഗണിച്ചവർ, ഇവരുടെ തമ്മിലല്ല സംഭാഷണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിലാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ എന്നല്ലേ. അത് കഴിഞ്ഞിട്ടല്ലേ ഈ തർക്കം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു റസൂലാക്കി അയച്ചതിനെ കുറിച്ച്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഈ വചനം, 34-ാം വചനം. എന്താ, വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നദീരിൻ
ഇല്ലാ ഖാല മുത്രഫൂഹാ ഇന്ന ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. വമാ അർസൽന, നാം അയച്ചിട്ടില്ല. അല്ലാഹ് പറയുന്നത് നാം അയച്ചിട്ടില്ല. ഫീ ഖറിയത്തിൻ, ഖറിയത്തുൻ പട്ടണം, നാട്, ഒരു നാട്ടിലും, ഫീ ഖറിയത്തിൻ ഒരു നാട്ടിലും നാം അയച്ചിട്ടില്ല. മിൻ നദീരിൻ ഒരു മുന്നറിയിപ്പുകാരനെയും. ഇവിടെ ഞാൻ ഖറിയത്തിൻ എന്നുള്ളതിന് ഒരു നാട്ടിലും എന്നാണ് അർത്ഥം പറഞ്ഞത്. ആ ഒരു നാട്ടിലും എന്ന് അർത്ഥം പറയാൻ കാരണം ഇവിടെ ഖറിയത്തിൻ എന്നുള്ളത് നക്കീറയാണ്, അൽഫിലാമില്ല, അൽ ഖറിയ എന്ന് പറഞ്ഞില്ല. പിന്നെ മാ എന്നുള്ളതിൻ്റെ സിയാക്കിലാണ് ഇത് വന്നത്. മാ നിരാകരിക്കാനാണ്. വ്യാകരണ പ്രകാരം നിരാകരണത്തിൻ്റെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നാമം അൽ ഖറിയ എന്ന് പറയാതെ ഖറിയത്തുൻ എന്ന് നക്കിറയായി പറഞ്ഞാൽ അവിടെ നമ്മൾ അർത്ഥം പറയുമ്പോൾ യാതൊരു പട്ടണത്തിലും യാതൊരു നാട്ടിലും നാം അയച്ചിട്ടില്ല. ആരെ അയച്ചിട്ടില്ല? നദീറൻ എന്നാണ്, മുന്നറിയിപ്പുകാരനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നദീറൻ എന്ന് പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? മിൻ നദീർ എന്ന് പറഞ്ഞത്, മിൻ. അപ്പോൾ ഈ മിൻ എന്തിനാ? മിൻ അത് ഭാഷയത്തെ ബലപ്പെടുത്താണ്. ഒരു മുന്നറിയിപ്പുകാരനെയും, അതാണ് ഈ മിൻ്റെ പ്രത്യേകത. യാതൊരു മുന്നറിയിപ്പുകാരനെയും ഒരു നാട്ടിലും നാം അയച്ചിട്ടില്ല. അറബി ഭാഷൻ്റെ പ്രത്യേകതയാണ് ഇത്തരം പ്രയോഗങ്ങൾ. അത് നമ്മൾ തർജ്ജമയിൽ കൊണ്ടുവരാൻ വേണം. അപ്പോൾ ഒരു നാട്ടിലും ഒരു മുന്നറിയിപ്പുകാരനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ ഖാല മുത്രഫൂഹ, ഇല്ലാ ഖാല പറയാതെ. ആര് പറയാതെ? മുത്രഫൂഹ, മുത്രഫൂ ഖറിയത്തിൻ. ഹാ എന്ന് പറഞ്ഞാൽ നാട്, ഖറിയ. മുത്രഫു എന്ന് പറഞ്ഞാൽ എന്താ? മുത്തറഫ് എന്നുള്ളത് തറഫിൽ നിന്നാണ്. തറഫ് എന്താ? തറഫ്, തറഫ് എന്തിനാ തറഫ? തറഫും സറഫും പറയും. തറഫ് അത് തറഫ്. ഇത് തറഫ്, തറഫ് തനഉം. എന്താ തനഉം? തറഫ് സുഖലോലുപത, ലാവിഷായ ലൈഫ്, സുഖലോലുപത. തറഫ് തനഉം. മുത്രഫ്, മുത്രഫൂൻ സുഖലോലുബർ, സുഖലോലുബർ. മുത്രഫൂഹ ആ നാട്ടിലെ സുഖലോലുബർ പറയാതെ. എന്ത് പറയാതെ? ഇന്ന തീർച്ചയായും ഞങ്ങൾ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. ഉർസിൽത്തും നിങ്ങൾ അയക്കപ്പെട്ടു. നബിമാരോട് പറയുന്ന ഈ മുന്നറിയിപ്പുകാരുണ്ടല്ലോ, ആ മുന്നറിയിപ്പുകാരോട് പറയുന്നതാണ്. ഉർസിൽത്തും നിങ്ങൾ അയക്കപ്പെട്ടു. മാ ഉർസിൽത്തും നിങ്ങൾ അയക്കപ്പെട്ടതല്ല, നിങ്ങൾ അയക്കപ്പെട്ടതല്ല. ബിഹി അതിൽ കാഫിറൂൻ, കാഫിറൂൻ എന്നാണ് എന്താ? അവിശ്വസിച്ചവർ. അപ്പോൾ കാഫിറൂൻ ഈ കഫറ ബി ആണ്. കാഫിറൂന ബിമാ ഉർസിൽത്തും ബിഹി എന്നാണ്. ഇന്ന തീർച്ചയായും ഞങ്ങൾ കാഫിറൂൻ അവിശ്വസിച്ചവരാകുന്നു. ഏതിൽ? ബിമാ ഉർസിൽത്തും ബിഹി നിങ്ങൾ ഏതൊന്നുകൊണ്ട് അയക്കപ്പെട്ടോ അതിലെല്ലാം, അതിലെല്ലാം. ഉണ്ടോ ഇവിടെ ബി എന്നുള്ളത് കാഫിറൂൻ എന്നുള്ളത് കൊണ്ട് ബന്ധപ്പെട്ടതാണ്. കാഫിറൂന എന്നുള്ളതിനെ അവിശ്വസിച്ചവർ എന്നർത്ഥം പറയണമെങ്കിൽ ഈ ബി കൂടി അതിലേക്ക് ചേരണം. കാഫിറൂന ബിമാ ഉർസിൽതും ബിഹി നിങ്ങൾ ഏതൊന്നുകൊണ്ട് അയക്കപ്പെട്ടോ അതിലെല്ലാം കാഫിറൂൻ ഞങ്ങൾ അവിശ്വസിച്ചവരാകുന്നു. അതിലെല്ലാം എന്ന് പറയണമെങ്കിൽ മാ മൗസൂലാണ്, എല്ലാം എന്നുള്ള ഒരർത്ഥം വരണം. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞ ഈ ആയത്ത് എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിശ്വസിച്ച വിഷയമല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിശ്വസിക്കുന്ന മാർഗ്ഗേണ പ്രമാണിമാരും അതേപോലെ തന്നെ അവരുടെ പിൻഗാമികൾ നടത്തിയ തർക്കമാണ് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര വിഷമം ഉണ്ടാവും. കാരണം എന്താ? ഈ തർക്കിച്ച ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാത്ത ആളുകളല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അംഗീകരിക്കാത്ത ആളുകളുമല്ല. 40 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അൽ അമീൻ, ഞങ്ങളുടെ വിശ്വസ്തൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുനടത്തിയിരുന്ന ആളുകളാണ്. അപ്പോൾ അവർ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിശ്വസിച്ച് തർക്കിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതിൽ പ്രയാസപ്പെടേണ്ട കാര്യമല്ല. കാരണം ഒരു നാട്ടിലും ഒരു മുന്നറിയിപ്പുകാരനെയും നാം അയച്ചിട്ടില്ല. അവിടെയുള്ള മുത്തറഫു ആ നാട്ടിലെ സുഖലോലുബർ പറയാതെ ഇന്ന ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ നിങ്ങൾ അയക്കപ്പെട്ടത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞങ്ങൾ അവിശ്വസിക്കുന്നവരാണ് എന്ന്. ഖലാസ്. ഇവിടെ നോക്കിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുത്രഫൂഹ എന്ന് പറഞ്ഞത് ഇവിടെ അവിടുത്തെ സുഖലോലുബർ പറയാതെ തറഫ് തന. പക്ഷേ നമ്മൾ തൊട്ടുമുമ്പത്തെ ആയത്തിൽ ആരാണ് ഇവിടെ മുത്തറഫൂൻ എന്ന് പറഞ്ഞ ആളുകൾ? ആയത്തിൽ ആരാ? അല്ലദീന ഇസ്തക്ബറു, അഹങ്കരിച്ചവരാണ് അല്ലേ? അഹങ്കരിച്ചവർ ദുർബലരോട് പറഞ്ഞു എന്നാണ് അല്ലേ? പക്ഷേ അവരെവിടെ പറഞ്ഞത്
മുത്തറഫൂഹ എന്നാണ്, തറഫിൻ്റെ ആളുകൾ എന്നാണ്. അപ്പോൾ ഇന്നെന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലദീന ഇസ്തക്ബറു ലില്ലദീന ഇസ്തുദഈഫു എന്നാണ്. ആ ഇസ്തക്ബറു അല്ലദീന ഇസ്തക്ബറുവിനെയാണ് ഇവിടെ എന്ത് പറഞ്ഞത്? മുത്തറഫൂഹ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിലെന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ഒരാശയം, സുഖലോലുപത എന്തു ചെയ്യും? അഹങ്കാരത്തെ അനന്തരമാക്കും. അതാണ് അതിൻ്റെ വിഷയം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തറഫൂഹ എന്ന് പറഞ്ഞാൽ സമ്പന്നർ എന്ന് പറഞ്ഞില്ല. കാരണം എന്തുകൊണ്ട്? എല്ലാ സമ്പന്നരും ആരല്ല? സുഖലോലുപരുമല്ല, അതിനെ തുടർന്ന് അഹങ്കാരികളുമല്ല. സമ്പന്നരും സുഖലോലുപരും വേറെയാണ്. ഇപ്പോൾ നിസ്സാസ്ത്ര മതങ്ങളിൽ വിശ്വസിച്ചവരിൽ സമ്പന്നരില്ലേ? ആരായിരുന്നു സമ്പന്നൻ? ഉസ്മാൻ റളിയല്ലാഹു തആല. അതിനു മുമ്പ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സമ്പന്നനല്ലേ? ഉസ്മാൻ റളിയല്ലാഹു സമ്പന്നനല്ലേ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സമ്പന്നനല്ലേ? നിസ്സാസ്ത്ര മതങ്ങൾ അംഗീകരിച്ചവരിൽ തൽഹ ഇബ്നു ഉബൈദില്ല സമ്പന്നനല്ലേ? അവരൊക്കെ സമ്പന്നനായിരുന്നു, കച്ചവടക്കാരായിരുന്നു, അവർക്കൊക്കെ നല്ല വരുമാനം. അബൂബക്കർ റളിയല്ലാഹു സമ്പന്നത ഉള്ളത് കൊണ്ടല്ലേ. ഇനി ആദ്യ ഇസ്ലാം സ്വീകരിച്ച ഏറ്റവും വലിയ സമ്പന്നനാരാ? ഇസ്ലാം സ്വീകരിച്ച ഖദീജ റളിയല്ലാഹു തആല ഏറ്റവും വലിയ സമ്പന്നയായിരുന്നു മക്കയിൽ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിലും വവാസത്നി ബിനഫ്സിഹ വമാലിഹ, സ്വത്തുകൊണ്ട് എന്നെ സഹായിച്ച ആളാണ് ആര്? ഖദീജ എന്ന് പറയുന്നത്. അതേപോലെ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത് ഇന്ന അമന്നന്നാസ് അലയ്യ ബിനഫ്സിഹി വമാലിഹി അബൂബക്കർ എന്നാണ്. സ്വത്തുകൊണ്ടും ശരീരം കൊണ്ടും എനിക്ക് ഏറ്റവും അനുഗ്രഹമായി വർത്തിച്ചത് അബൂബക്കറാണെന്ന് പറയുന്നത് മരിക്കണീൻ്റെ തലേനാളുകളിൽ. അപ്പോൾ സമ്പന്നതല്ല വിഷയം, പിന്നെയോ വിഷയം സുഖലോലുപതയാണ് വിഷയം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇയ്യാകും വതനഉം. തറഫ് എന്നാണ് പ്രയോഗിച്ചത്, തനഉം എന്ന പ്രയോഗിച്ചത്. തറഫിൻ്റെ പര്യായമാണ് തനഉം. ഇയ്യാകും വതനഉം, നിങ്ങൾ ഈ തനഉമിനെ സൂക്ഷിക്കണം. പിന്നെന്താ പ്രയോഗം ഹദീസിൽ? ഇയ്യാകും വതനഉം ഫഇന്ന ഇബാദല്ലാഹി ലൈസു ബിമുതനഇമീൻ എന്നാണ്. ഫഇന്ന ഇബാദല്ലാഹ്, കാരണം അള്ളാഹുവിൻ്റെ ദാസന്മാർ, ഇഷ്ടദാസന്മാർ ഉദ്ദേശം, ലൈസു ബിമുതനഇമീൻ, അവരൊരിക്കലും ആരല്ല? സുഖലോലുപരല്ല. സഹിഹായ ഹദീസാണ്. ഇയ്യാകും വതനഉം, നിങ്ങൾ തനഉമിനെ സൂക്ഷിക്കണം. ഫഇന്ന ഇബാദല്ലാഹ്, കാരണം അള്ളാഹിൻ്റെ ഇബാദുകൾ ആരല്ല? ലൈസു ബിമുതനഇമീൻ, ഒരിക്കലും സുഖലോലുപരല്ല. കാരണം സുഖലോലുപത വിഷയതാണ്. വേറെ ഹദീസിൽ ഇമാം അഹ്മദ് മുസ്നദിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ അൽ ബദാദത്തു മിനൽ ഈമാൻ എന്ന് പറഞ്ഞു. അൽ ബദാദത്തു മിനൽ ഈമാൻ എന്ന് പറഞ്ഞെങ്കിൽ ഇതാണ് വിരക്ത ജീവിതം. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇതേപോലത്തെ അടിപൊളി ഡ്രസ്സും കാര്യങ്ങളും അതല്ല. പിന്നെയോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ചില വിരക്തിയെ അറിയിക്കും വിധമുള്ള ഡ്രസ്സ് കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് വേഷവിധാനം അതൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇടയ്ക്ക്. അങ്ങനെ അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? പിടുത്തം വിട്ടുപോകും. അതുകൊണ്ടാണ് അൽ ബദാദത്തു മിനൽ ഈമാൻ എന്ന് പറഞ്ഞത്. ബദാദ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ ഒരു നടന്മാരെ ഈങ്ങി തൂറിയത് എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെ എന്നാലും എപ്പോഴും ഈ ഒരു അടിപൊളി സ്റ്റൈലുണ്ടല്ലോ, അതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്ക് ചെരുപ്പിടാതെ നടന്നിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വിരക്ത ജീവിതത്തിൻ്റെ പല ഹാലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉടയാടുകളിലാകട്ടെ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണ രീതിയിലാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താമസ സ്ഥലം, ഇതിലൊക്കെ ആകട്ടെ നമ്മൾ വായിക്കണില്ലേ? അതാണ് പറഞ്ഞത്. ചിലരൊക്കെ സഹാബികൾ പിൽക്കാലത്ത് അമീർമാരായിരിക്കെ അവർ വിറകേറ്റി അങ്ങാടിയിലൂടെ നടന്നത്, വിറകേറ്റി ആൾക്കൂട്ടത്തിൽ അങ്ങാടിയിലൂടെ നടന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ചെരുപ്പിടാൻ നടന്നത് വായിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കും, അമീറായിട്ട് നിങ്ങൾ ഏറ്റിയെടുക്കണം. ഒരു അമീർ ഏറ്റിയെടുക്കണം എന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആൾക്കൂട്ടത്തിൽ അങ്ങാടിയിൽ. അപ്പോൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കാനും കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അതില്ല എങ്കിൽ പിടുത്തം വിടും. സഹാബികളുടെ ചരിത്രം വായിക്കുമ്പോൾ ഒക്കെ നമ്മളതാണ് വായിക്കുന്നത്. കാരണം ഈ തറഫ് അത് അഹങ്കാരത്തിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാനീടെ ഈ മാലിക്കി മദ്ഹബിലെ ഫുഖഹാക്കളുടെ ചരിത്രം വായിച്ചപ്പോൾ അബുൽ വലീദുൽ ബാജി സുലൈമാൻ ഇബ്നു ഖലഫ്, അദ്ദേഹം ഇമാം ഇബ്നു ഹസം അബ്ബാഹിരിയോടൊരു സംവാദം നടത്തുന്നുണ്ട്. ഈ ഇവരൊക്കെ സ്പെയിനിലെ പണ്ഡിതന്മാരാണ്. അബുൽ വലീദുൽ ബാജി മാലിക്കി മദ്ഹബിലെ ഭയങ്കര പ്രാമാണികനായ പണ്ഡിതനാണ് ഈ ഖാദി അബുൽ വലീദുൽ ബാജി. ഇബ്നു ഹസം അബ്ബാഹിരിയൊക്കെ സ്പെയിനിലെ പണ്ഡിതനാണ്. ഇബ്നു ഹസം അതേപോലെ തന്നെ സ്പെയിനിൽ ധാരാളക്കണക്കിന് പണ്ഡിതന്മാരും അവിടുത്തെ സംഭാവനകൾ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണീര് പറ്റൂല. അങ്ങനത്തെ ചരിത്രമാണ് സ്പെയിൻ്റെ ചരിത്രം. അപ്പോൾ ഈ അബുൽ വലീദുൽ ബാജ എന്ന് പറയും.
ഇഷ്ബീലിയ സ്പെയിനിലെ അറിയപ്പെട്ട പട്ടണം, അതിനോടനുബന്ധിച്ചുള്ള ഒരു പട്ടണമാണ് ബാജ. അതിലേക്ക് ചേർത്താണ് അദ്ദേഹം അൽബാജി. അപ്പോൾ പിന്നെ അന്നത്തെ പണ്ഡിതന്മാർ ഭയങ്കര പണ്ഡിതന്മാരാണ്. നല്ല അവരുടെ അബു ഹയ്യാനൊക്കെ സ്പെയിനിലെ പണ്ഡിതന്മാരാണ്, അവിടെ വളർന്ന് ജനിച്ച പണ്ഡിതന്മാർ. അലാക്കുല്ലി ഈ അബുൽ വലീദുൽ ബാജിയും ഇബ്നു ഹസം അൽ-ബാഹിരിയും ഒരു സംഭാഷണം നടത്തി, ഇത് സംവാദം ഫിഖഹിൽ. അബുൽ വലീദുൽ ബാജി മാലിക്കി മദ്ഹബുകാരനാണ്, ഇബ്നു ഹസം ബാഹിരി മദ്ഹബുകാരനാണ്. പിന്നെ അങ്ങനെ ആ സംഭാഷണം കഴിഞ്ഞിട്ട് അബുൽ വലീദുൽ ബാജി ഇബ്നു ഹസമിനോട് ക്ഷമാപണം നടത്താണ്. നിങ്ങളെന്നോട് പൊറുക്കണം, കാരണം ഞാൻ പഠിച്ചതൊക്കെയും മിസ്ബാഹുൽ ഹുറാസിലാണെന്നാണ്. മിസ്ബാഹുൽ ഹുറാസിലാണ്. എന്താ, കാവൽക്കാരായിട്ടുള്ള സൈനികരുണ്ടല്ലോ, പട്ടാളക്കാർ, അവരുടെ വെട്ടത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നെ എന്താണ്, ഞാൻ എന്തെങ്കിലും തെളിവ് ഉദ്ധരിച്ചതില്ലെങ്കിൽ, ഞാൻ എന്തെങ്കിലും ന്യായം പറഞ്ഞതിലോ പിന്നെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പഠിച്ചതുള്ള പ്രശ്നമാണ്. ഹുറാസിൻ്റെ മിസ്ബാഹിൽ പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അറിയോ, അന്ന് ഈ പട്ടണത്തിൽ റോന്ത് കയറ്റും. ആര്? പട്ടാളക്കാർ. പിന്നെ സ്പെയിൻ്റെ ഒക്കെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഭയങ്കര ഒരു സംഭവമാണത്. അന്നത്തെ ഭരണാധികാരികൾ പിന്നെ ഇന്നിപ്പോൾ പെട്രോളിങ് നടത്തില്ല പട്ടാളക്കാർ, അതേപോലെ പട്ടാളക്കാർ അന്ന് നിയോഗിക്കും. എന്തിന്? ഈ ആളുകൾക്കിടയിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ, കള്ളന്മാരുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ, അതേപോലെ തന്നെ അങ്ങനത്തെ ഒക്കെ പ്രശ്നം. അതിനാണ് പട്ടാളക്കാർ എന്ത് ചെയ്യുന്നത്? റോന്ത് ചുറ്റുന്നത്. അപ്പോൾ അവർ റോന്ത് ചുറ്റുമ്പോൾ എങ്ങനെ ചുറ്റുക? ഇന്നത്തെമാര് അല്ല, അവർ വെളിച്ചമായിട്ടാണ്. അന്നത്തെ വെളിച്ചം എന്താ? ഇത് ഹിജ്റയുടെ 450 ഹിജ്റയുടെ 450. ഇന്നെത്ര? 1450 1000 വർഷങ്ങൾക്ക് അപ്പുറമാണ്. അപ്പോൾ ഈ പട്ടാളക്കാർ ഈ വെളിച്ചമായിട്ടിട്ട് ഇങ്ങനെ റോന്ത് ചുറ്റുമ്പോൾ അവരുടെ പിന്നാലെ കിതാബായിട്ട് നടക്കണം. കാരണം ഇദ്ദേഹത്തിന് വീട്ടിൽ വിളക്കുമില്ല, വെണ്ണയില്ല, ഇദ്ദേഹത്തിന് പഠിക്കാൻ ഒരു പിന്നെ സൗകര്യമല്ല, വിളക്കില്ല, വിളക്കിൽ പറയാൻ എണ്ണയില്ല. അപ്പോൾ എന്ത് ചെയ്യാണ്? കിതാബായിട്ട് പട്ടാളക്കാരുടെ പിന്നാലെ നടക്കുക, അവരുടെ ആ വെളിച്ചത്തിൻ്റെ വെട്ടത്തിൽ വായിക്കാൻ. അങ്ങനെയാണ് അബുൽ വലീദുൽ ബാജി പഠിച്ചത്. അതുകൊണ്ടാണ് ഇബ്നു ഹസമിനോട് പറയുന്നത്, ഞാൻ ചിലപ്പം മനപ്പാടാക്കിയതിൽ എന്തുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന്. കാരണം ഇബ്നു ഹസമിനെ തോൽപ്പിക്കുക എന്നുള്ളത് അത് അചിന്തിയായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ അബുൽ വലീദുൽ ബാജി ഈ ഇങ്ങനെയുള്ള വെട്ടത്തിൽ പഠിച്ചതാണെങ്കിലും അദ്ദേഹം പിൽക്കാലത്ത് ഒരു മഹാ അത്ഭുതമാണ്. അദ്ദേഹത്തിൻ്റെ അൽ മുൻതഖ ഫിൽ ഫിഖ് എന്ന് പറയുന്ന കിതാബ്, അതേപോലെ തന്നെ ഇമാം മാലിക്കിൻ്റെ മുവത്തയുടെ ഷറഹുണ്ട് അദ്ദേഹത്തിന്, അൽ മആനി എന്ന് പറഞ്ഞിട്ടൊരു കിതാബ്, 20 വാള്യം, അതൊക്കെ മഹാസംഭവമാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് അൽ ഇസ്തീഫ എന്ന് പറയുന്ന കിതാബ്, കുറേ ഗ്രന്ഥങ്ങളുടെ ഒരു വക്താവാണ് ആരും അബുൽ വലീദുൽ ബാജി. ഒരു സാമാന്യ പണ്ഡിതൻ, വലിയ ബുദ്ധിജീവി, കുറേ പിന്നെ സേവനങ്ങളുള്ളൊരു മഹാനാണ് അബുൽ വലീദുൽ ബാജി. ഞാൻ പറഞ്ഞത് ആ അബുൽ വലീദുൽ ബാജി പഠിച്ചത് ഇവിടെ നിരത്തിലൂടെ നടന്നിട്ടാണ്. ആരൊപ്പം നടന്നിട്ട്? സൈനികരോടൊപ്പം നടന്നിട്ട്. എങ്ങനെ? അവർ കൊണ്ടെടുക്കുന്ന വെളിച്ചത്തിൻ്റെ വെട്ടത്തിൽ വായിച്ചിട്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെയായിരുന്നു നമ്മളുടെ പൂർവികരായ പണ്ഡിതന്മാർ. പിന്നെ ബഖിയ്യ് ഇബ്നു മഖ്ലദ് അൽ അന്ദുലുസി, ബഖിയ്യ് ഇബ്നു മഖ്ലദ് അൽ അന്ദുലുസി അൽ മാലിക്കി, അദ്ദേഹം മാലിക്കി മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം ഇമാം അഹമ്മദിൻ്റെ അടുക്കൽ ഞാൻ മുമ്പ് ഉദ്ധരിച്ചിട്ടുണ്ട്, 5000 കിലോമീറ്റർ സ്പെയിനിൽ നിന്ന് കാൽനടയായിട്ടും ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ അന്വേഷിച്ച് ബഗ്ദാദിൽ വന്ന ചരിത്രം. ഇമാം അഹമ്മദ് ബിൻ ഹംബലിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാനാണ് അദ്ദേഹം വന്നത്, ഹദീസ് പഠിക്കാൻ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ജീവിച്ചിരിക്കുന്ന കാലത്ത്. അങ്ങനെ അദ്ദേഹം സ്പെയിനിൽ നിന്ന്, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, സ്പെയിനിൽ നിന്ന് ഒരാൾ ബഗ്ദാദിൽ എത്തണമെങ്കിൽ എത്ര നടക്കണം? അതാണ് ചരിത്രം പറയുന്ന 5000 കിലോമീറ്റർ. ഇവിടെ വന്ന് നോക്കുമ്പോൾ ബഗ്ദാദിൽ ഇമാം അഹമ്മദിന് ഊരുവലക്കാണ്, അല്ലെങ്കിൽ ഇമാം അഹമ്മദിന് വീട്ടു തടങ്കലാണ്. ഭരണാധികാരികൾ അദ്ദേഹത്തിന് വീട്ടു തടങ്കൽ നിശ്ചയിച്ചിട്ട് അദ്ദേഹം വീട്ടിനുള്ളിലാണ്. അങ്ങനെ ഈ ബഖിയ്യ് ഇബ്നു മഖ്ലദ് ഹദീസ് പഠിച്ചത് എങ്ങനെ? ഇമാം അഹമ്മദിനോട് പറയാണ്, ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വന്ന ഹദീസ് പഠിക്കാനാണ്, പക്ഷേ നിങ്ങളിവിടെ ഈ വീട്ടു തടങ്കലിലാണ്, എന്ത് ചെയ്യും? അപ്പോൾ അദ്ദേഹം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് എന്നും വല്ലതും തരണേന്ന് പറഞ്ഞ് യാചക വേഷത്തിൽ വരാൻ പറഞ്ഞു. പഠിതാവിൻ്റെ വേഷത്തിലല്ല, പിന്നെയോ ഭിക്ഷുവിൻ്റെ പിന്നെ ദരിദ്രരായ യാചകൻ്റെ വേഷത്തിൽ വരാൻ പറയാം. എന്നിട്ട് ഇമാം അഹമ്മദിൻ്റെ വാതിൽ മുട്ടിയിട്ട്, റഹ്മത്തുള്ളാഹി അലൈഹി വാതിൽ മുട്ടിയിട്ട് വല്ലതും തരണേ അൽ ഉജ്റത്തു ഇബാദല്ലാ ഇങ്ങനെ പറയാൻ പറഞ്ഞു. അപ്പോൾ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഈ ഭിക്ഷ നൽകാൻ വേണ്ടിയിട്ട് വരുന്നത് പോലെ വന്നിട്ട് 2-3 ഹദീസ് പറഞ്ഞു കൊടുക്കുക.
അങ്ങനെയാണ് ഇമാം ബഖി ഇബ്നു മഖ്ലദ് അൽ അന്ദലുസി മുഹദ്ദിസായത്. ഇമാം അഹമ്മദിൻ്റെ മുസ്നദിനേക്കാൾ വലിയ മുസ്നദാണ് ബഖി ഇബ്നു മഖ്ലദ് അൽ അന്ദലുസിയുടെ മുസ്നദ്. പക്ഷെ അതിൽ പല വാള്യങ്ങളും നഷ്ടമായി, പിൽക്കാലത്ത് നഷ്ടമായി. ബഖി ഇബ്നു മഖ്ലദിൻ്റെ മുസ്നദ് ഇമാം ബഖി ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദിനേക്കാൾ, മുസ്നദ് നമ്മൾ വായിക്കില്ലേ, എത്ര വലിയ മുസ്നദാണ് ഇമാം അഹമ്മദിൻ്റെ, അതിനേക്കാൾ വലിയ മുസ്നദായിരുന്നു ബഖീൻ്റെ മുസ്നദ്, ബഖി ഇബ്നു മഖ്ലദിൻ്റെ മുസ്നദ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ വിദ്യാർത്ഥികളാണോ? ഞാൻ വിദ്യ അഭ്യസിച്ചിരുന്നത് വേസ്റ്റ് ഇട്ടെടുത്തിട്ടുണ്ടല്ലോ, ആളുകൾ വേസ്റ്റ് നിക്ഷേപിച്ചെടുത്ത് ചിലതും വളരെ ഉണ്ടാവുമല്ലോ, അവിടെ കുർണുബുൻ ഖദറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച കുർണുബ് എന്താ, കേബേജ്, കേബേജിൻ്റെ ഇല ഉണ്ടല്ലോ, പച്ച ഇല, ആളുകൾ കേബേജിൻ്റെ പുറംഭാഗമൊക്കെ ഒഴിവാക്കുമല്ലോ, റൈറ്റ് ഇതല്ല. ഈ കുർണുബ് അത് പെറുക്കിയിട്ട് അതായിരുന്നു എൻ്റെ കഥാവും എൻ്റെ ആശാവും. ഉച്ചക്ക് തിന്നാൻ ഞാനത് കുർണുബ് എടുത്തേക്കും വേസ്റ്റിൽ നിന്ന്, ആശ തിന്നാൻ ഞാനത് എടുത്തേക്കും. ചില ദിവസങ്ങളിൽ എഴുതാനുള്ള പേപ്പർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിർവാല് വിറ്റിട്ടുണ്ട്. അങ്ങനെ സിർവാലില്ലാതെ, സിർവാൽ എന്ന് പറഞ്ഞിട്ടെങ്കിൽ നമ്മളുടെ തോപ്പിനടിയിലുള്ള സിർവാൽ വിറ്റിട്ട് ഞാൻ ആ കാശ് കൊണ്ട് ഞാൻ പേപ്പർ വാങ്ങിയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് എന്നാണ് ബഖി പറയുന്നത്. ഈ ബഖി ഇബ്നു മഖ്ലദ് അൽ അന്ദലുസി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ടാണ് അദ്ദേഹം പിൽക്കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ചരിത്രമാക്കി. ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദിനേക്കാൾ വലിയ മുസ്നദിൻ്റെ രചയിതാവ് എന്ന് ചരിത്രം അദ്ദേഹത്തിന് സാക്ഷ്യപ്പെടുത്തുമെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ ബർക്കത്തുള്ളൊരു ജീവിതം. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിരക്ത ജീവിതം ഉണ്ടല്ലോ, അത് നമ്മൾ കൽപ്പിക്കപ്പെട്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടു. ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്തിനാ? ഇതൊക്കെ പറഞ്ഞത് ഈ തറഫ്, അത് തകബ്ബുർ, അഹങ്കാരത്തിലേക്ക് എന്ത് ചെയ്യും മനുഷ്യന്മാരെ തള്ളും. അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരികളെക്കുറിച്ച് മുത്രഫൂഹ എന്ന് പറഞ്ഞത്. വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നദീരിൻ ഇല്ലാ ഖാല മുത്രഫൂഹാ ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. എല്ലാ നാട്ടിലും എല്ലാ നബിമാരുടെ അളവിലും വന്നൊരു വിഷയമാണ്. അതുകൊണ്ട് റസൂലെ നിങ്ങളൊരിക്കലും സങ്കടപ്പെടേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം. മാത്രമല്ല ഈ തറഫുണ്ടല്ലോ, ലാവിഷ് ലൈഫ്, ദൂർത്തൻ ജീവിതം, അല്ലെങ്കിൽ എന്തായാലും പറഞ്ഞത് നിങ്ങൾ സുഖലോലുപത, അത് അവരെ കൊണ്ട് പറയിപ്പിച്ച കാര്യം അള്ളാഹു പറയാണ്. വഖാലു, അവർ പറയും, നഹ്നു അക്സറു അംവാലൻ വ ഔലാദ വമാ നഹ്നു ബിമുഅദ്ദബീൻ. വഖാലു, അവർ പറയും, നഹ്നു ഞങ്ങൾ, അക്സറു അംവാലൻ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളവരാണ്, അക്സറു അംവാലൻ സമ്പത്തിനാൽ ഏറ്റവും വർധനവുള്ളവരാണ് ഞങ്ങൾ, വ ഔലാദൻ സന്തതികളാലും ഞങ്ങൾക്കാണ് കൂടുതൽ മക്കൾ, ഞങ്ങൾക്കാണ് കൂടുതൽ സ്വത്ത്. വമാ നഹ്നു ബിമുഅദ്ദബീൻ, വമാ നഹ്നു ഞങ്ങളല്ല, ബിമുഅദ്ദബീൻ, മുഅദ്ദബീൻ എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ നഹ്നു മുഅദ്ദബീൻ എന്ന് പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? വമാ നഹ്നു ബിമുഅദ്ദബീൻ എന്നാണ്. അവിടെ ബി അത് ഒരിക്കലും എന്നുള്ള അർത്ഥം കൊണ്ടുവരാനാണ്. ഒരിക്കലും. അപ്പോൾ എങ്ങനെ നമ്മൾ അർത്ഥം പറയാം? വമാ നഹ്നു ബിമുഅദ്ദബീൻ, ഞങ്ങൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്നവർ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ടാണ് ദുനിയാവിൽ ഞങ്ങൾക്ക് കൂടുതൽ സ്വത്ത് തന്നത്. അള്ളാഹു ഞങ്ങളോട് ഏറെ പ്രിയമുള്ളവരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ സന്തതികളെ നൽകിയത്. ദുനിയാവിൽ അള്ളാഹ് ഞങ്ങളോടുള്ള ഇഷ്ടത്താൽ കൂടുതൽ സന്തതികളെയും സമ്പത്തിനെയും നൽകിയിട്ടുണ്ട് എങ്കിൽ പരലോകത്തിലും അങ്ങനെ തന്നെയാണ്. അള്ളാഹ്ക്ക് ഞങ്ങളോട് കൂടുതൽ ഇഷ്ടമായിരിക്കും. വമാ നഹ്നു ബിമുഅദ്ദബീൻ, ഞങ്ങൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്നവരല്ല എന്ന് ഈ സുഖലോലുബർ നബിമാരോട് പ്രതികരിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് എങ്ങനെ പ്രതികരിക്കണം അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഖുൽ ഇന്ന റബ്ബി യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. ഖുൽ പറയുക, ഇതിൻ്റെ ആശയം ഏതാണ്? ഈ അമ്വാലും ഔലാദും ഉണ്ടല്ലോ, അതൊക്കെ എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ള റിസ്ക്കാണ് അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിപുലപ്പെടുത്തുന്നതും ഏറെ കൊടുക്കുന്നതും അതിനെ പരിമിതപ്പെടുത്തുന്നതും ഇടുസാക്കുന്നതും അത് ഒരിക്കലും ഈ ദുനിയാവിൽ അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിന് മാനദണ്ഡമല്ല. റിസ്ക് വിപുലപ്പെടുന്നതും റിസ്ക് പരിമിതപ്പെടുന്നതും
അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നതിനുള്ള ഒരു തെളിവേ അല്ല. അത് കർമ്മങ്ങൾക്കുള്ള ഫലവുമല്ല, കർമ്മങ്ങളുടെ ഫലവും അല്ല. അത് പരീക്ഷണം മാത്രമാണ്. പക്ഷേ ആളുകൾ പലരും അതറിയുന്നില്ല. അതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. പറയുക, ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്, യബ്സുത്തു റിസ്ക്, റിസ്കിനെ യബ്സുത്തു എന്ന് പറഞ്ഞാൽ ബസ്ത് എന്താ? ബസ്ത് നഷറാണ്, വിപുലമാക്കുക, നഷർ, അല്ലെങ്കിൽ പിന്നെ തക്സീർ, സഅത്ത്, അതാണ് വിശാലമാക്കുക. റിസ്കിനെ എൻ്റെ റബ്ബ് വിശാലമാക്കും, വിപുലപ്പെടുത്തും. ലിമൻ യശ, അവനുദ്ദേശിക്കുന്നവർക്ക്. ലിമൻ യശ, അവനുദ്ദേശിക്കുന്നവർക്ക്. അത് വഴിപ്പെട്ടവരാകാം, വഴിപ്പെടാത്തവരാകാം. ലിമൻ യശ. വയഖ്ദിറു, അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്കിനെ ഇവിടെ യഖ്ദിറു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തദീഖ്, തഖ്ലീൽ, കുറക്കും അല്ലെങ്കിൽ പരിമിതപ്പെടുത്തും എന്നാണ്. ഇവിടെ ഈ ഖദർ അത് തഖ്ലീലിനെ കുറക്കും അല്ലെങ്കിൽ തദീഖ്, പരിമിതപ്പെടുത്തും. യഖ്ദിറു, എൻ്റെ റബ്ബ് റിസ്കിനെ യഖ്ദിറു എന്ന് പറഞ്ഞാൽ യുഖില്ലു, കുറക്കും, അല്ലെങ്കിൽ യുദയ്യിഖു, ഇഡ്സാക്കും, പരിമിതപ്പെടുത്തും. അവിടെ വാവ് വന്നില്ല. വയഖ്ദിറു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പരിമിതപ്പെടുത്തുകയും കുറക്കുകയും ചെയ്യും. കാരണം അവന് റബ്ബാണ്, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്കിനെ വിശാലമാക്കും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്കിനെ പരിമിതപ്പെടുത്തുകയും കുറക്കുകയും ചെയ്യും. അത് അവൻ്റെ ഉദ്ദേശപ്പുറത്ത് അവൻ ഈ ദുനിയാവിൽ ചെയ്യുന്നതാണ്. അതൊരിക്കലും എന്തല്ല, പുണ്യപ്രവൃത്തിക്കുള്ള പ്രതിഫലമോ പാപികൾക്ക് അങ്ങനെ വിശാലമാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള അംഗീകാരമൊന്നുമല്ല. അത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ് ഈ ദുനിയാവിൽ. പക്ഷെ വലാക്കിൻ അക്സറന്നാസി ലാ യഅലമൂൻ, വലാക്കിൻ അക്സറന്നാസ്, പക്ഷേ ജനങ്ങളിൽ അധിക പേരും ലാ യഅലമൂൻ, അവർ മനസ്സിലാക്കുന്നില്ല ഈ ഒരു യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കണില്ല. അവർ വിചാരിച്ചത് തങ്ങൾ നിഷേധികളായിട്ടും തങ്ങൾ അഹങ്കാരികളായിട്ടും തങ്ങൾ ധൂർത്തന്മാരായിട്ടും അള്ളാഹുവിൻ്റെ അംഗീകാരമാണ് തങ്ങൾക്ക് എന്നാണ്. ഞങ്ങളുടെ ലൈഫ് ഉണ്ടല്ലോ, ഞങ്ങളുടെ ഈ ജീവിതം, അത് പടച്ചോന് പ്രീതിപ്പെടുന്നത് കാരണത്താലാണ് ഇതിങ്ങനെ പടച്ചോൻ തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. നന്മയുടെ വാക്താക്കളും പുണ്യത്തിൻ്റെ ആളുകളും അള്ളാഹ്ക്ക് അപ്രിയരാണ്, അതുകൊണ്ടാണ് അള്ളാഹു അവർക്ക് നൽകാത്തത് എന്നുള്ളതാണ് അവരുടെ വായന. അക്സറന്നാസ്, ജനങ്ങൾ സിംഹരും ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല എന്ന് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ആളുകളിൽ അധികം ജഹലിൻ്റെ വാക്താക്കളാണ് ഈ ഒരു വിഷയത്തിൽ എന്ന് പറയണം. ചിലർ ഞാൻ ഇത്രയൊക്കെ ആയിട്ട് എന്താ പഠിച്ചോ എനിക്ക് തരാത്തത്, എന്നെ പഠിച്ചോൻ എന്താ നോക്കാത്തത്, ഇങ്ങനെയാണ്. ഞാൻ ഇത്ര തേടുന്നു, എന്നിട്ട് എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കനിയാത്തത്, ഇതാണ്. കൊടുത്തോനെ അള്ളാഹു പരീക്ഷിക്കണം എന്നുള്ളത് ഇവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ആ പരീക്ഷണത്തിൻ്റെ പരിണിത ഫലം എന്ത് എന്നുള്ളത് ഇവൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വിലക്കിയത് എത്രയെന്ന് അവന് പറയായിരുന്നു. ഞാൻ ഇവിടെ ഒരു ഇബ്നു റുവാന്ദിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇബ്നു റുവാന്തി മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. റുവാന്തി അഹ്മദ് ഇബ്നു യഹ്യ എന്ന ഒരു മനുഷ്യൻ, ഇബ്നു റുവാന്തി എന്നതിന് പറയാം. അയാൾ അങ്ങനെയാണ് അറിയപ്പെടുക. ഭയങ്കര ബുദ്ധിജീവിയായി, ഭയങ്കര ദുഷണയായിരുന്നു. ആദ്യകാലത്തൊക്കെ നല്ല ലജ്ജയും അതേപോലെ തന്നെ നല്ല പ്രാവീണ്യമുള്ളൊരു മനുഷ്യരായിരുന്നു ഇബ്നു റുവാന്തി. പക്ഷെ പിന്നെ അയാൾ പോറ്റ തലതിരിയാൻ കാരണം എന്താ, ഇയാൾ ഭയങ്കര ബുദ്ധിജീവിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം പറയുന്നത് ഈ മാക്കൂലായ വിഷയത്തിൽ, മാക്കൂലായ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളിപ്പോൾ ചിന്തയും ദക്ഷിണയ്ക്ക് ആവശ്യമായിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന് സമാനമായിട്ടുള്ള ഒരാൾ ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബുദ്ധിജീവിയായിരുന്നു ഇബ്നു റുവാന്തി. പക്ഷേ മൂപ്പര് ഈ പരിമിതി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. കുറച്ച് ഭൗതികത മൂപ്പർക്ക് ശുഷ്കമായി പോയി. അങ്ങനെ ദജ്ല നദിയുടെ തീരത്ത് മൂപ്പര്, ഏതായത് ദജ്ല, ഫുറാത്തും ദജ്ലയും എവിടെയാണ്? യൂഫ്രട്ടീസും ടൈഗ്രീസും അല്ലേ? ദജ്ല ടൈഗ്രീസ്, ഫുറാത്ത് യൂഫ്രട്ടീസ്, അതെവിടെ? നദികൾ രണ്ടും ഈജിപ്തില്ല. യൂഫ്രട്ടീസും ടൈഗ്രീസും. മെസപ്പൊട്ടോമിയ എവിടെ? യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും തീരങ്ങളിലല്ലേ മെസപ്പൊട്ടോമിയ, ബാബിലോണിയ ഒക്കെ. ഈ ഇറാഖിലാണ് യൂഫ്രട്ടീസും ടൈഗ്രീസും. ഈ ദജ്ല എന്നറിയുന്നതാണ് ടൈഗ്രീസ്. നമ്മൾ ഇസ്ലാമിക നാമങ്ങളാണ്. പിൽക്കാലങ്ങളിൽ നമുക്ക് വന്ന എന്താ,
ഇതിനൊക്കെ ഇതിൻ്റെ പേരുണ്ട്. അപ്പം മിസ്റാണ്. മിസ്ർ ഇന്നായിരിക്കലും മിസ്ർ എന്താ അറിയോ? അല്ല, ഈജിപ്റ്റ് എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ, മിസ്ർ എന്നറിയില്ല. അതേപോലെ തന്നെ പല പേരുകളും അതിനൊക്കെ ഇങ്ങനെ മാറ്റി ആംഗ്ലേയവൽക്കരിച്ചതോട് കൂടിയിട്ട് പിന്നെ ഈ പേരുകളുടെ പിന്നിലുള്ള ചരിത്രവും ഈ പേരുകളുടെ പിന്നെ ചരിത്രവും ഇതൊക്കെ പല മുസ്ലിങ്ങൾക്കും അസ്തമിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായത്. അതൊരു വൈജ്ഞാനിക വിപ്ലവം കൂടിയാണത് സംഭവം. ഏതായാലും ദജ്ല അല്ലെങ്കിൽ ദിജ്ല, അപ്പോൾ അവിടെ മൂപ്പര് നിൽക്കുമ്പോഴാണ് ഒരു പിന്നെ വാഹനവ്യൂഹം കടന്നു പോണത്, അല്ലെങ്കിൽ ഒരു പിന്നെ കാലിക്കൂട്ടങ്ങളും അതേപോലെ തന്നെ സമ്പത്തും കടന്നു പോണത്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കണം, ഇബ്നു റുവന്തി ചോദിക്കണം ആരുടേതാണ് ഈ സ്വത്തുക്കൾ എന്ന്. അപ്പോൾ പറയണം അതറിയില്ല, ഇതാ ഖലീഫൻ്റെ ഖാദിമായ ഒരു അടിമ ഉണ്ടായിരുന്നു, സേവകൻ ഉണ്ടായിരുന്നു, അയാളുടെ സ്വത്താണത് എന്ന് പറയണം. അപ്പോൾ ഒരു ഖാദിമായ സാധാരണക്കാരായ ആളുടെ സ്വത്താണ് ഈ ഒട്ടകങ്ങൾ, കുതിരകൾ, ഈ സമ്പത്ത് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ മാനത്തേക്ക് നോക്കിയിട്ട് പറയുന്നത് തിൽക്കൈതൻ കിസ്മത്തും ദീസാൻ, ഞാൻ ബുദ്ധിജീവി, ഞാൻ തത്വജ്ഞാനി, ഞാൻ ദുഷ്ണയുള്ളവൻ, പടച്ചോനെ നീ എനിക്ക് ഒന്നും തന്നില്ല, അരക്കാശിന് വകുപ്പില്ലാത്തവരാണ് നീ നൽകിയത്. അയാളുടെ ഒരു കവിത തന്നെ ഉണ്ട്, എന്താണ് കം ആഖിലിൻ ആഖിലിൻ അയത് മദാഹിബുഹു കം ജാഹിലിൻ ജാഹിലിൻ തൽഖാഹു മർസൂഖ എന്നാണ്. ഞാൻ എത്ര ബുദ്ധിജീവിയാണ്, കം ആഖിലിൻ ആഖിലിൻ അയ മദാഹിബുഹു എന്നാണ്. നല്ല ചിന്തകളും ദിഷണയൊക്കെ ഉള്ള എത്ര ബുദ്ധിജീവികൾ. പക്ഷേ വക്കം ജാഹിലിൻ ജാഹിലിൻ തൽഖാഹു മൻസൂർ, പമ്പര വിഡ്ഢിയായ ജാഹിലായ മനുഷ്യന്മാർ അവർക്ക് തൽഖാഹു മർസൂഖ എന്നാണ്. അന്നം നൽകപ്പെട്ടതായി, ഉപജീവനം നൽകപ്പെട്ടതായി നിനക്ക് കാണാൻ പറ്റും, പക്ഷേ ബുദ്ധിയുള്ള അറിവുള്ള എനിക്ക് അരക്കാശ് തന്നില്ല. എന്നിട്ട് അള്ളഹാനോട് പറയാണ് ഇത് ഭയങ്കര തിൽക്കൈതൻ കിസ്മത്തും ദീസ എന്നാണ്. എന്താ ഇതൊരു അന്യായമായ വീതം വെക്കലായിപ്പോയി, എനിക്കൊന്നും തരാതെ ഓനക്കെല്ലാം കൊടുത്തു തരട്ടെ. അവിടെ നിന്ന് അയാൾ നിരീശ്വരവാദിയാക്കാണ്. പടച്ചോനെ അയാൾ എന്ത് ചെയ്യാണ്, തള്ളാണ്. അദ്ദാമിഹു അലൽ ഖുർആൻ എന്നിട്ട് മുമ്പൊരു കിതാബുണ്ട്, യഹൂദികൾക്ക് വേണ്ടി എഴുതിയാണ്. അദ്ദേഹം ജൂതന്മാരോട് ചെന്ന് ചേർന്നിട്ട് ഇദ്ദേഹം ഭയങ്കര ഇസ്ലാമിൻ്റെ മേൽവിലാസത്തിലായിരിക്കെ ജൂതന്മാരെ എതിർക്കുകയായിരുന്നു. അതുകൊണ്ട് ജൂതന്മാർക്ക് പേടിയായിരുന്നു ഇദ്ദേഹത്തെ, കാരണം തൗറാത്തിനൊക്കെ അദ്ദേഹം നിരൂപിച്ചിട്ടുണ്ട്. അപ്പോൾ ജൂതർക്ക് പേടിയായിരുന്നു, കാരണം അങ്ങനത്തെ തലച്ചോറായിരുന്നു. പക്ഷേ ഇതോട് കൂടിയിട്ട് മുമ്പ് എന്ത് ചെയ്തു, ജൂതന്മാരുടെ പോയി. അപ്പോൾ ജൂതന്മാരെ ഹൃദ്യമായിട്ട് സ്വീകരിച്ചു. കാരണം എന്താ, അവർക്കറിയാം ഇനി ഇയാളുടെ കയ്യാൽ അത് പൊളിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ പിന്നെ അയാൾ ജൂതർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കിതാബ് എഴുതി, അദ്ദാമിഹു അലൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളെ വെച്ചിട്ടാണ് മുമ്പ് എന്ത് ചെയ്യുന്നത്, പിന്നെ അതിനെതിരിൽ എഴുതിയത്. അതുകൊണ്ടാണ് ഇമാം ദഹബി ഇബ്നു റുവാന്തിൻ്റെ ചരിത്രം എഴുതിയപ്പോൾ അൽ കെൽബുൽ മുഅസ്സർ എന്നാണ് എഴുതിയത്. അൽ കെൽബുൽ മുഅസ്സർ, കെൽബ് പറഞ്ഞാൽ എന്താ, പട്ടി എന്നാണ് ഇദ്ദേഹത്തെ, ഈ ബുദ്ധിജീവിനെ. കാരണം അത്ര ഇസ്ലാമിനെതിരിൽ മൂപ്പര് ഖുർആനെതിരിൽ എഴുതി, ദുർവ്യാഖ്യാനിച്ച് വിഷം തീണ്ടി മൂപ്പര് എഴുതി. ഓരോ ഇത് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം കുല്ലമ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറ എന്നാണ്. എന്താ ആരെക്കുറിച്ചാണ് പറയുന്നത്, നരകത്തിൽ അല്ലാഹുമ്മ അജിർനാ മിനന്ന നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് കുല്ലമ നദിജത് ജുലൂദുഹും എന്നാണ്, അവരുടെ തൊലിപ്പുറം വെന്ത് തീർന്നാൽ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ എന്നാണ്, പുതിയ തൊലി കൊടുക്കുന്നതാണ് അല്ലേ. അപ്പം മൂപ്പര് പറയാണ് ഈ പുതിയ തൊലിയെ ശിക്ഷിക്കാൻ പുതിയ തൊലി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, പുതിയ തൊലി നൽകുന്നതാണ്. അപ്പോൾ ഈ പുതിയ തൊലിയെ ശിക്ഷിക്കാൻ ആ തൊലി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, പറഞ്ഞാൽ മനസ്സിലായിട്ടല്ലോ. ഒരു തൊലിപ്പുറം കത്തി തീർന്നുണ്ടെങ്കിൽ അവിടെ പകരം വേറെ തൊലി നൽകുന്നതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അപ്പോൾ ഈ പുതിയ തൊലിയെ ശിക്ഷിക്കാൻ ആ തൊലി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് മൂപ്പരുടെ ചോദ്യം. നോക്കണ ആരുടെയും ബുദ്ധി അങ്ങനെ പോയിക്കണ. അതാണ് ഇങ്ങനെയാണ് മൂപ്പര് എന്ത് ചെയ്ത് ഖുർആൻ്റെ ഓരോ ആയത്തുകളെയും മൂപ്പര് നിരൂപണം നടത്തിയത്. പക്ഷേ ഇപ്പോൾ ഇമാം ദഹബി അതേപോലെ തന്നെ ഇസ്ലാമിക ലോകത്ത് വലിയ പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തിന് നൽകിയ മറുപടി വായിച്ചിട്ടുണ്ടെങ്കിൽ ആ മറുപടിയുടെ ഒരു സൗന്ദര്യം, ഇവിടെ എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുതിയ തൊലിയെ സൃഷ്ടിച്ചത്, ആദ്യ തൊലിയെ കത്തിച്ചത് എന്തിനാ, ഈ തൊലിയൊന്നും എന്തല്ല, ഇതുകൊണ്ട് ആരെ ശിക്ഷിക്കണത്, ഇത് ശിക്ഷിക്കാനുള്ള ആളുകളെ ശിക്ഷിക്കാനുള്ള ഒരു പിന്നെ. ഇപ്പോൾ ഒരാളെ ദുനിയാവിൽ കത്തിക്കുകയാണെങ്കിൽ വിറകെന്താ, വിറക് അയാളെ ശിക്ഷിക്കാനുള്ള ഒരു വസീല മാത്രമാണ്, സബബ് മാത്രമാണ്. മനസ്സിലായി, ഒരു സബബ് മാത്രമാണ് ഈ വിറക്, കത്തണ വിറക് ഉണ്ടല്ലോ, അതൊരു ശിക്ഷിക്കാനുള്ളൊരു സബബ് മാത്രമാണ്. അതേപോലെ ഒരു സബബ് മാത്രമാണ് ഈ തൊലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായി.
ശിക്ഷ അർഹിക്കണവർക്ക് എന്തുണ്ട്? ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നൽകുന്നുണ്ട്. അള്ളാഹു അജിർനാ മിനന്ന. ഇതേപോലെ പണ്ഡിതന്മാർ മറുപടി കൊടുത്തിട്ടുണ്ട്. മൂപ്പരുടേത് മാത്രം ഒരു ബുദ്ധിയും ബാക്കിയുള്ളവർക്കൊക്കെ ഒരു വേസ്റ്റും അങ്ങനെയല്ല. പക്ഷേ ഞാൻ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാലത്ത് വലിയ ബുദ്ധിജീവിയായിട്ട് ചമഞ്ഞ് നടന്നൊരു മനുഷ്യൻ ഒരു നിസ്സാര വിഷയം അത് ഏതൊരു സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു വിഷയമാണ്. ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം അതൊരാളുടെ ദിഷണക്കനുസരിച്ചോ ഒരാളുടെ സേവനത്തിനനുസരിച്ചോ ഒരാളുടെ നിഷ്ഠക്കനുസരിച്ചോ ഒന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതല്ല. ഇത് പരീക്ഷണം മാത്രമാണ്. ഈ ദുനിയാവിൽ കൊടുത്തോനും പരിമിതപ്പെടുത്തിയവനും രണ്ടു കൂട്ടർക്കും പരീക്ഷണമാണ്. ഇതൊരു പരീക്ഷണം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനോട് അടുക്കണ്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചപ്പോൾ എത്ര ദുനിയാവുണ്ടായിരുന്നു? ആ ഒരു നോട്ടേ നോക്കണ്ടുള്ളൂ. പക്ഷേ ഇവൻ ചരിത്രത്തിൽ കാണാൻ ഇയാളുണ്ടല്ലോ ഒരു റൊട്ടി തിന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അരക്കാശിന് വകുപ്പില്ല. അപ്പോൾ ഒരു റൊട്ടി കിട്ടിയത് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പോണത്, മറ്റേ ആളെ സമ്പത്ത് പോണത്. അപ്പം മൂപ്പർ ഇത് ആരുടെ ചോദിക്കണം? അത് രാജാവിൻ്റെ ഖാദിമിൻ്റേതാണ് ഈ സ്വത്തുക്കൾ എന്ന് പറയാണ്. അപ്പം മൂപ്പരുടെ ആകാശത്തേക്ക് നോക്കിയിട്ട് തിൽക്ക ഇതം ക്രിസ്മത്ത് നീസ, ഈ തിന്നണ റൊട്ടി ദജ്ലയിലേക്ക് എറിഞ്ഞു എന്നാണ്. ഇതും കൂടി അണ്ടി ഇരിക്കട്ടെ എന്നാലേ അറിയില്ലേ. അത് ദജ്ലയിലേക്ക് ടൈഗ്രീസിലേക്ക് എറിഞ്ഞതിന് ശേഷമാണ് മൂപ്പർ അള്ളാഹിനോട് വെല്ലുവിളി. എന്നിട്ട് പിന്നെ മൂപ്പർ എന്ത് ചെയ്തു? അവിടെ നിന്ന് മാറിപ്പോയിട്ട് പിന്നെ ഇസ്ലാമിനെതിരിൽ ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അലാ കുല്ലി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്ന റബ്ബി യബ്സതുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വാദത്തെ, അതായത് നഹ്നു അക്സറു അംവാലൻ വ ഔലാദ വമാ നഹ്നു ബിമുഅദ്ദബീൻ എന്ന ഈ അഹങ്കാര വർത്താനം ഉണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ മതിമറന്ന് ആസ്വദിക്കുകയും എന്നിട്ട് അഹങ്കരിക്കുകയും പിന്നെ അതിലിതുപോലത്തെ വർത്താനം പിന്നെ ഞങ്ങളുടെ യോഗ്യത കൊണ്ടാണ് ഞങ്ങൾക്കിവിടെ നൽകിയത്, അതുകൊണ്ട് തന്നെ അള്ളാഹു ഇവിടെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെയും പരലോകത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ പരിഗണിക്കും, ഞങ്ങളെ ശിക്ഷിക്കൂല എന്നൊക്കെ പറയുന്ന ആ ഒരു വർത്താനം ഉണ്ടല്ലോ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്ര ഗൗരവത്തിലാണ് എടുത്തത് എന്നുള്ളതിന് തെളിവാണ് ഈ പ്രതികരണങ്ങൾ. ഖുൽ ഇന്ന റബ്ബി യബ്സതുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പുരസ്കരിച്ചാണ് പറയുന്നത്. വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലതി തുഖർരിബുക്കും ഇൻദനാ സുൽഫ ഇല്ലാ മൻ ആമന വഅമില സാലിഹ ഫഉലൈക ലഹും ജസാഉദ് ദിഅഫി ബിമാ അമിലു വഹും ഫിൽ ഗുറുഫാതി ആമിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമാ അംവാലുക്കും നിങ്ങളുടെ സ്വത്തുക്കൾ അല്ല, വലാ ഔലാദുക്കും നിങ്ങളുടെ സന്തതികളും അല്ല. എന്തല്ല? ബില്ലതി തുഖർരിബുക്കും ഇൻദനാ സുൽഫ. സുൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർബ എന്ന് പറഞ്ഞാൽ സാമീപ്യം. സുൽഫ എന്ന് പറഞ്ഞാൽ ഖുർബ, സാമീപ്യമല്ല. എങ്ങനെയുള്ള സാമീപ്യം? ബില്ലതി തുഖർരിബുക്കും ഇൻദന. ബില്ലത്തി എന്ന് പറഞ്ഞാൽ പിന്നെ ബിൽ ഖസ്ലത്തില്ലത്തി എന്നർത്ഥം. തുഖർരിബുക്കും ഇൻദന നിങ്ങളെ നമ്മിലേക്ക് അടുപ്പിക്കുന്നതായ കാര്യങ്ങൾ. ഇവിടെ ബില്ലത്തി എന്ന് പറഞ്ഞാൽ ബിൽ ഖസ്ലത്തില്ലത്തി പ്രവണത, കാര്യം എന്നുള്ള അത് അവിടെ ഉദ്ദേശം. നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്തതികളും നിങ്ങളെ നമ്മിലേക്ക് അടുപ്പിക്കുന്ന പ്രവണതകളിൽപ്പെട്ടതല്ല. എന്തിന്? സുൽഫ, സാമീപ്യത്തിന്. ഇവിടെ സുൽഫ എന്നുള്ളതുണ്ടല്ലോ, അത് മഫ്ഊൽ മുത്ലഖ് എന്നതിന് പറയാം. നിങ്ങളെ നമ്മുടെ അടുക്കലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതല്ല എന്ത്? നിങ്ങളുടെ സമ്പത്തുക്കളും നിങ്ങളുടെ സന്തതികളും. നിങ്ങളുടെ സമ്പത്തുക്കൾ വമാ അംവാലുക്കും വല ഔലാദുക്കും നിങ്ങളുടെ സന്തതികളും അല്ല. എന്തല്ല? നിങ്ങളെ തുഖർരിബുക്കും എന്തിനാ നമ്മുടെ അടുക്കലേക്ക് അടുപ്പിക്കുന്നതായ കാര്യങ്ങളിൽപ്പെട്ടതല്ല. ഇതില്ലാതെ തന്നെ അർത്ഥം വന്നു. പക്ഷേ സുൽഫ എന്ന് പറഞ്ഞത് എന്തിനാ? ഇതിൽ നിന്നുള്ളൊരു മഫ്ഊൽ മുത്ലഖ് എന്നാ പറയാം. അപ്പോൾ ഉദ്ദേശം ഇതൊന്നും എന്തല്ല, അള്ളാഹുലേക്ക് അടുപ്പിക്കാനുള്ള സാമീപ്യ ഉണ്ടല്ലോ, അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള സാമീപ്യത്തിന് വേണ്ട കാര്യങ്ങളുണ്ടല്ലോ, പുണ്യങ്ങൾ, അതിൽപ്പെട്ടതല്ല എന്നുള്ളതാണ് സുൽഫ. സുൽഫ എന്ന് പറഞ്ഞാൽ ഖുർബ, സാമീപ്യം എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അള്ളാഹുലേക്ക് അടുക്കണമെങ്കിൽ എന്ത് വേണം? എനിക്ക് കുറേ സ്വത്തുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറേ മക്കളുണ്ട്, പഠിച്ചവനെ എന്നോടുള്ള ഇഷ്ടം കാരണത്താലാണ് ഈ സ്വത്തൊക്കെ നീ തന്നത്, എനിക്ക് ഈ സമ്പത്തൊക്കെ സന്തതികളൊക്കെ നീ തന്നത്,
അതുകൊണ്ട് ഞാൻ നിന്നിലേക്ക് വന്നിരിക്കുകയാണ്, നീ എന്നെ സ്വീകരിക്കണേ, നീ എനിക്ക് പൊറുക്കണമേ, നീ എനിക്ക് സ്വർഗം തരണമേ, നീ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാൻ്റെ അടുക്കൽ അത് സാമീപ്യമാകുമോ? അള്ളാഹുവിലേക്ക് അടുക്കാൻ അത് പുണ്യമാകുമോ? ഒരിക്കലുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഈ സുഖലോലുപരുടെ ഒരു ഭാഷ അതാണ് ദുനിയാവിൽ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നഖശിഖാന്ത എതിർക്കാണ്. ഏത് ഒരു ഇപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഈ ജിബില ഇബ്നുൽ ഐഹം അൽ ഖസ്സാനി, ജിബില ഇബ്നുൽ ഐഹം അൽ ഖസ്സാനി ഖസ്സാൻ രാജാക്കളിൽപ്പെട്ടവരായിരുന്നു. ഖസ്സാൻ രാജാക്കൾ അന്ന് ഖസ്സാൻ ഭരിച്ചിരുന്നത് ഷാമിൻ്റെ ഭാഗത്ത്. അവർ നസാറാക്കളായിരുന്നു. ജിബില ഇബ്നുൽ ഐഹം ഉമറിൻ്റെ കാലത്ത് ഇസ്ലാമിനെ മനസ്സിലാക്കി, ഉമറിൻ്റെ ഭരണം മനസ്സിലാക്കി, നീതി മനസ്സിലാക്കി, ആ ഭരണത്തിൻ്റെ പ്രത്യേകതയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചു വന്നത്. രാജാവാണ്, അവിടെ ഒരു നാട്ടുരാജാവാണ് ജിബില ഇബ്നുൽ ഐഹം. അങ്ങനെ മൂപ്പര് മക്കത്ത് വന്ന്, ഉമറും അന്ന് മക്കത്തുണ്ട്. തവാഫ് ചെയ്യുമ്പോൾ ഈ ജിബില ഇബ്നു ഐഹം മുസൈന ഗോത്രക്കാരനായ ഒരു വ്യക്തിയുടെ, ഒരു മുസനിയുടെ ഒപ്പമാണ് തവാഫിൽ ആളുകളുണ്ടല്ലോ, എല്ലാവരും ഉണ്ടാവില്ലേ. അപ്പോൾ രാജാവും തവാഫ് ചെയ്യാണ്, ഉമറുണ്ട്. ഒരു മുസൈനക്കാരൻ, ഒരു മുസനി ഈ ജിബിലയുടെ വസ്ത്രത്തിൽ ചവിട്ടി തവാഫ് ചെയ്യുമ്പോൾ. രാജാവൊക്കെ ആകുമ്പോൾ ഭയങ്കര പ്രൗഢിയിലായിരിക്കുമല്ലോ. വസ്ത്രത്തിൽ ചവിട്ടിയപ്പോൾ ജിബില ഈ മുസനിയുടെ മൂന്തക്കൊരു അടിയടിച്ച്, മൂപ്പരുടെ മൂന്തക്ക് അടിച്ച്. ആ മുസനി ആകെ ഒരു വല്ലാത്ത ഹാലിലായിപ്പോയി. പക്ഷെ അദ്ദേഹം വേഗം ഉമറിനോട് ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ജിബില എന്നെ അടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ ജിബിലയെ വിളിച്ച് പറഞ്ഞു, ഇസ്ലാം സ്വീകരിച്ച് വന്ന രാജാവാണ്, അയാളുടെ ആദ്യത്തെ തവാഫാണ്. ഉമർ ചോദിച്ചു, നിങ്ങൾ അയാളെ അടിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ഞാൻ അടിച്ചു പറഞ്ഞു, രാജാവല്ലേ. അപ്പോൾ എന്തിനെന്ന് ചോദിച്ചു. പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ വസ്ത്രത്തിൽ ചവിട്ടി അതിന്. അപ്പോൾ ഉമർ പറഞ്ഞു, നിങ്ങൾ അയാളെ അടിച്ച് എന്നിട്ട് നിങ്ങളത് എഗ്രീം ചെയ്ത്, അപ്പോൾ ഇനി ഖിസാസ് ഖവദ്, അയാൾക്ക് തിരിച്ചടിക്കാനുള്ള അവസരം കൊടുക്കണം എന്നാണ്. അപ്പോൾ അയാൾ ഉടനെ പറയാണ്, കൈഫ് അന മലിക്കുൻ വഹുവ സുഅലൂക്ക്, അല്ലെങ്കിൽ അന മലിക്കുൻ വഹുവ സൂഖത്തുൻ, ഞാൻ രാജാവാണ്, അവൻ പ്രജയാണ്. ഞാൻ രാജാവാണ്, ഞാൻ മലിക്കാണ്, അവൻ സുഅലൂക്കാണ്. സുഅലൂക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദരിദ്ര നാരായണൻ. അതിൽ ഉമർ പറഞ്ഞ്, ഇത് ശരീഅത്തുൽ ഇസ്ലാമാണ്, ഇസ്ലാമിൻ്റെ ശരീഅത്താണ്. നിങ്ങൾ അയാളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങളെ ഖവദിന്, പ്രതിക്രിയക്ക് അവകാശമുണ്ട്, തിരിച്ചടിക്കാൻ. അപ്പോൾ ഖവദ ഉമറിനോട് സാവകാശം ചോദിക്കണം. അപ്പോൾ ഉമർ സാവകാശം കൊടുത്ത്, പക്ഷേ അയാൾക്ക് പ്രതിക്രിയക്ക് നിന്ന് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞ് സാവകാശം കൊടുത്ത്. രായ്ക്ക് രാമാനം ജിബില വിട്ട്, മക്കന്ന് വിട്ട് അദ്ദേഹത്തിൻ്റെ ആളുകളുടെ കൂടെ അദ്ദേഹം ഇവിടുന്ന് പാഞ്ഞ് ഷാമിലെത്തി. അവിടെ ക്രിസ്ത്യാനിയായിട്ട് അവിടെ രാജാക്കന്മാരോടൊത്ത് ചേർന്നിട്ട് അവിടെ തുടരുക ചെയ്തു. അയാൾ ശരിക്കും മനസ്സിലാക്കി, ആദർശം മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ശിഷ്ട ജീവിതം രേഖപ്പെടുത്തിയത് കാണാം. അയാൾ ഇസ്ലാം ഒഴിവാക്കിയ അയാളുടെ സങ്കടവും വിഷമവും പറഞ്ഞിട്ട്. പക്ഷേ അയാളങ്ങനെ അവിടെ തീരുകയാണ് ചെയ്ത്. ഞാൻ പറഞ്ഞത് ആ ഒരു ഇതുണ്ടല്ലോ, ഇന്നെ തിരിച്ചടിക്കേ, ഞാൻ മലിക്, അവൻ സുഅലൂക്ക്. അതേപോലെ തന്നെ ഞാൻ ശിക്ഷിക്കപ്പെടുക, ഞാനാരാ, എൻ്റെ വസ്ത്രം ചവിട്ടേ, ഞാനാരാ എന്നുള്ള ആ ഒരു ഭാഷ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരെ സമ്മതിക്കുന്ന ഒരു ഭാഷയല്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതികരണം ഇങ്ങനെയൊക്കെ വരുന്നത്. വമാ അംവാലുക്കും വല ഔലാദുക്കും ബില്ലതി തുഖർരിബുക്കും ഇൻദനാ സുൽഫ, നിങ്ങളുടെ സമ്പത്തുക്കളും നിങ്ങളുടെ സന്തതികളും നിങ്ങളെ നമ്മളുടെ അടുക്കലേക്ക് അടുപ്പിക്കുന്ന പുണ്യങ്ങളിൽപ്പെട്ടതല്ല, പ്രവൃത്തികളിൽപ്പെട്ടതല്ല. ഇവിടെ സുൽഫ എന്നുള്ളത് ഒന്നുകൂടി ആവർത്തിച്ചു. സാമീപ്യം, ഖുർബ എന്നുള്ളത് ഉദ്ദേശം പുണ്യം. ഒരിക്കലും എന്തല്ല, നിങ്ങളുടെ സമ്പത്തുകളും സന്തതികളും പുണ്യമല്ല, നമ്മളിലേക്ക് അടുപ്പിക്കുന്ന പുണ്യമേ അല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. പിന്നെന്താ അള്ളാഹിൻ്റെ അടുക്കലേക്ക് അടുപ്പിക്കാൻ എന്താ വേണ്ടത്? അതാണ് ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ലാക്കീൻ എന്ന അർത്ഥത്തിലാണ്. എന്നാൽ ഇസ്തിസ്നാ മുൻഖത്തി എന്ന് പറയും. എന്നാൽ ലാക്കിൻ, എന്നാൽ മൻ ആമന വ അമില സാലിഹൻ, മൻ ആമന വ അമില സാലിഹൻ, മൻ എന്നാണ് വല്ലവരും, ആരെങ്കിലും, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, അത് പ്രജയാകട്ടെ പ്രജാധിപതിയാകട്ടെ, പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ, മൻ ആമന വ അമില സാലിഹൻ, അവന് വിശ്വസിച്ചു, അമില സാലിഹൻ എന്ന് പറഞ്ഞാൽ അമില അമലൻ സാലിഹൻ, സൽപ്രവൃത്തി ചെയ്യുകയും ചെയ്താൽ ഫഉലൈക ലഹും ജസാഉ ദിഅഫ് ബിമാ അമിലു,
ഫഉലായിക അക്കൂട്ടർ ലഹും അവർക്കാകുന്നു ജസാഉദ്ദിഅഫ്. എന്താ ജസാഉദ്ദിഅഫ്? ഇരട്ടിയുടെ പ്രതിഫലം എന്നാണ്. അൽ ജസാഉദ്ദിഅഫ് എന്ന അർത്ഥത്തിൽ ഇരട്ടി പ്രതിഫലം ആണ് ഉദ്ദേശം. ഫഉലായിക ലഹും ജസാഉദ്ദിഅഫ്, അക്കൂട്ടർ അവർക്ക് തന്നെയാകുന്നു ജസാഉദ്ദിഅഫി, ദുഅഫിൻ്റെ പ്രതിഫലം. എന്ത് ഈ ദുഅഫിൻ്റെ പ്രതിഫലം എന്ന് അങ്ങനെ പറഞ്ഞേ? അവർക്കാകുന്നു പ്രതിഫലം എന്നറിയാതെ ഈ ദുഅഫ് ഇരട്ടിക്കലാണല്ലോ. ഇരട്ടിയുടെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനാണ് പ്രയോഗിച്ച്? അല്ല എങ്ങനെ അല്ല പ്രതിഫലം നൽകൽ എങ്ങനെയാണ്? ഒരു ഹസനത്തിന് അൽ ഹസനത്ത് ബി അശ്രി അംസാലിഹ എന്നാണ്. ഒരു ഹസനത്ത് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 10 മടങ്ങാണ് പ്രതിഫലം. 10 മടങ്ങാണ്. 10 മടങ്ങിൽ പരിമിത. അത് ഏതുവരെ എത്തും? ഇലാ 700 ഇരട്ടി വരെ പ്രതിഫലം. ഇല മാഷ അള്ളാഹ്. പിന്നെ അള്ളാഹ് ഉദ്ദേശിച്ചതിന് അപ്പുറത്തേക്ക് പോകണം. അപ്പം അള്ളാഹിൻ്റെ കൂലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ, 1 എന്നല്ല, പിന്നെയോ 1 എന്നാണ്. ചുരുങ്ങിയത് 1 അത് ഒരാളൊരു നന്മ ഉദ്ദേശിച്ചാൽ എന്താ പറഞ്ഞത്? മൻ ഹമ്മ ബി ഹസനത്തി കുത്തിബത്ത് ലഹു ഹസന. ഉദ്ദേശിച്ചാൽ തന്നെ ഒരു കൂലിയാണ്. പിന്നെ ചെയ്താൽ ചുരുങ്ങിയത് 10 മടങ്ങാണ്. പിന്നെ അത് കൂടും. ഇലാ 700 ദഅഫിൻ 700 ഇരട്ടി അതിലേക്ക് കൂടും. പിന്നെ ഇലാ മാഷാ അള്ളാഹ് എന്നാണ്. അതാണ് അള്ളാഹിൻ്റെ പ്രതിഫലത്തിന് പ്രതി. അതുകൊണ്ടാണ് ജസാഉദ്ദിഅഫ് എന്ന് പറഞ്ഞത്. ഇരട്ടിയുടെ പ്രതിഫലം, ഇരട്ടി പ്രതിഫലം എന്ന് പറഞ്ഞത്. ഫഉലായിക ഈ മൻ ആമന വഅമില സാലിഹൻ അക്കൂട്ടർ ലഹും അവർക്ക് തന്നെയാകുന്നു ജസാഉദ്ദിഅഫ്. അത് എന്തുകൊണ്ടാണ്? അതൊന്നുകൂടി പറയാണ്. എന്തുകൊണ്ടാണ് നമുക്കിവിടെ മനസ്സിലായില്ലേ? മൻ ആമന വഅമില സാലിഹ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ബിമാ അമിലു ബാ സബബിയാണ്. അവർ പ്രവർത്തിച്ചത് കാരണത്താൽ, അല്ലാതെ എന്തല്ല അവർക്ക് കുറേ മക്കളുണ്ട്, അവർക്ക് കുറേ സ്വത്തുണ്ട് എന്നത് കാരണത്താലല്ല. പിന്നെ ബിമാ ആമിലു അവരുടെ പ്രവൃത്തികൾ കാരണത്താൽ. അവരുടെ പ്രവൃത്തിയാണ് അവരുടെ ഈമാൻ, അതേപോലെ തന്നെ അവരുടെ അമലുൻ സാലിഹ്. അത് കാരണത്താലാണ് അവർക്ക് ജസാഉദ്ദിഅഫ്. വഹും ഫിൽ ഖുറുഫാത്തി ആമിനൂൻ. വഹും അവർ ഫിൽ ഖുറുഫാത്ത്. ഖുറുഫാത്ത് എന്താ ഖുർഫത്ത് എന്താ? റൂം, അറ. അതിൻ്റെ ബഹുവചനാണ് എന്ത്? അതിൻ്റെ ബഹുവചനാണ് ഖുറഫുൻ അല്ലെങ്കിൽ ഖുറുഫാത്ത്. ഖുർഫത്തിന് 2 ബഹുവചനം, ഖുറഫ്, ഖുറുഫാത്ത്. ഇത് 3 വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട് അല്ലേ? എവിടെ ഖുർഫത്ത് വന്നത്? ഖുർഫത്തുൻ വന്നിട്ടുണ്ട്. ഇത് അറകൾ. എവിടെ ഇത് വന്നത്? ഖുർഫത്തിന് വന്നത് എവിടെ? ഗുജറാത്തിൽ വന്നോ? അല്ല. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്തി, അത് ഹുജറാത്ത് വേറെയാണ്. ഇത് ഖുർഫത്ത്. സൂറത്ത് ഫുർഖാൻ്റെ ഒടുവിൽ ഉലായിക യുജ്സൗനൽ ഖുർഫത ബിമാ സബറു. ഷുഫ്, ഉലായിക യുജ്സൗനൽ ഖുർഫത. ഇബാദുർ റഹ്മാനിന് ഖുർഫത്ത് പ്രതിഫലം നൽകുന്നതാണ്. അതേപോലെ തന്നെ ലഹും ഖുറഫുൻ അല്ലാഹു സുബ്ഹാനഹു അവർക്ക് ഖുർഫകളുണ്ട് എന്ന് പറഞ്ഞു. ഖുറഫ് നന്നതിൽ അറകൾ, റൂമുകൾ ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു. ഖുറുഫാത്ത്. വഹും ഫിൽ ഖുറുഫാത്ത് അവർ അറകളിൽ ആമിനൂൻ നിർഭയരായിരിക്കും. ഇവിടെ ഈ ഖുറുഫാത്ത് എന്ന് പറഞ്ഞെങ്കിൽ അൽ ഖുറുഫാത്ത് അറിയപ്പെട്ട ഖുറുഫകളാണ്. അത് സ്വർഗീയ ഖുറഫുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്ന ഫിൽ ജന്നതി ലഖുറഫ. ഇന്ന ഫിൽ ജന്നതി ലഖുറഫ. സ്വർഗത്തിൽ ഖുറഫ് ഉണ്ട് എന്ന് പറഞ്ഞു. ഖുറഫ് എന്ന് പറഞ്ഞാൽ ഉർഫത്തുകളുണ്ട്. എന്താ ഖുറഫുകളുടെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യുറാ ദുഹൂറുഹാ മിൻ ബുതൂനിഹാ വ ബുതൂനുഹാ മിൻ ദുഹൂരിഹാ എന്നാണ്. അതിൻ്റെ അകത്തുള്ളത് പുറത്തു നിന്ന് കാണാം, പുറത്തുള്ളത് അകത്തു നിന്നും കാണാമെന്നാണ്. അപ്പോൾ ആ ഖുറഫുകളുടെ പ്രത്യേകത എന്താണത്? എന്തിൻ്റെയാണ്? പളുങ്കിൻ്റേതാണ്, സ്ഫടികത്തിൻ്റേതാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന. പളുങ്കിൻ്റെ ഉറഫുകളാണ് സ്വർഗത്തിൽ. അപ്പോൾ ഒരു ആറാബി ചോദിക്കുകയാണ് ഉടനെ ശാസ്ത്രം പറഞ്ഞപ്പോഴേ, ആറാബികൾക്ക് ഇതൊന്നും കണ്ടിട്ടും പരിചയമല്ല, കേട്ടിട്ടും പരിചയമല്ല. ആറാബികളുടെ ഉടനെ തോലിൻ്റെ വിരി, തോലിൻ്റെ ടെൻറ്റ് ഇതല്ലേ, അയാളാണ് കേൾക്കുന്നത് ഇന്ന ഫിൽ ജന്നത്തിലെ ഖുറഫ യുറാ ദുഹൂറുഹാ മിൻ ബുതൂനിഹാ വ ബുതൂനുഹാ മിൻ ദുഹൂരിഹാ എന്ന് കേൾക്കുന്നത് ആറാബി. അപ്പോൾ ഉടനെ അയാൾ ചോദിക്കുന്നത് ലിമൻ ഹാദിഹി യാ റസൂലല്ലാഹ്, ലിമൻ ഹാദിഹി യാ റസൂലല്ലാഹ്, റസൂൽ അത് ആർക്കേക്കാരെന്ന്. അപ്പം എന്താ റസൂൽ പറഞ്ഞത്? ലിമൻ അതാബൽ കലാം വ അത്അമ അത്ആം വ അദാമ സിയാം
വസല്ല ബില്ലൈലി വന്നാസുനിയ ലിമൻ അതാബൽ കലാം. എന്താ? സംസാരം നന്നാക്കിയവൻ. അത് ആദ്യം പറയാം, കാരണം ഈ അറാബിൻ്റെ വിഷയമാണ്. അറാബികൾക്കുണ്ടല്ലോ സംസാരത്തിലൊക്കെ വെട്ടൊന്ന് കഷ്ണം രണ്ടാതായിരിക്കും അല്ലേ, പരുഷ ഭാഷകളായിരിക്കും പലപ്പോഴും അറാബികൾ. നിസ്ലാസ്ലം തങ്ങൾ ലിമൻ അതാബൽ കലാം, അതുകൊണ്ടാണ് സംസാരം തയ്യബായ നല്ല സംസാരം, നല്ല ഭാഷണം. പിന്നെ നല്ല ഭാഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നീട്ടി വയലറിയുന്ന ആൾ എന്നുള്ള അർത്ഥത്തിലല്ല, പിന്നെയോ നല്ല രീതിയിൽ മനുഷ്യന്മാരോട് വർത്തമാനം പറഞ്ഞ് ജീവിക്കുന്ന നല്ല വർത്തമാനം പറയുന്നവർ. പിന്നെ അത്താമത്താം എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം കൊടുക്കുക. ആർക്ക് ഭക്ഷണം കൊടുക്കുക? പാവപ്പെട്ടവർക്ക് മാത്രം, സ്വന്തത്തിന്, കുടുംബത്തിന്, പാവപ്പെട്ടവർക്ക് ആർക്കൊക്കെ ഭക്ഷണമാണ് അവർക്കൊക്കെ, അതാണ് അത്താമത്താം. പിന്നെ അദാമസ്യാം. എന്താ അദാമസ്യാം? നോമ്പ് ശീലമാക്കുന്നവർ, അതാണ് അദാമസ്യാം. എന്നും നോമ്പ് എടുക്കുന്നവർ എന്ന അർത്ഥത്തിലല്ല, പിന്നെയോ അദാമസ്യം എന്നാണ് നോമ്പ് ശീലമാക്കുന്നവർ. ഇപ്പം മാസത്തിൽ 3 നോമ്പ് എടുക്കുന്ന ആളുകളാണെങ്കിൽ അത് ശീലമാക്കുന്നവർ, അല്ലെങ്കിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച നോമ്പ് എടുക്കുന്നവർ അത് ശീലമാക്കുന്നവർ എന്ന അർത്ഥത്തിൽ, അതാണ് അദാമസ്യാം. പിന്നെ വസല്ല ബില്ലൈലി വന്നാസു നിയാം, രാത്രി നിസ്കരിക്കുന്നവർ എന്ന് പറഞ്ഞത് അവർക്കാണ് ഇത് എന്ന് പറഞ്ഞത്. അതാണ് ഉറഫ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വർഗീയ ഉറഫുകളുടെ വിഷയം. ഓഹം ഫിൽ ഖുർഫാത്തി ആമിനു. ഖലാസ്. നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ അടുത്ത ആഴ്ച ഇതിൻ്റെ പൂർത്തീകരണം നടത്താം. ബാക്കി ഭാഗം ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.